ഹായ് ഗായ്സ്, മാർക്കറ്റ് മേഷുവിൻ്റെ പുതിയൊരു ഡെയിലി മാർക്കറ്റ് പൾസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം 10th ജൂലൈ 2026. സോ ഇന്നത്തെയും പോലെ തന്നെ ഗിഫ്റ്റ് നിഫ്റ്റിയിൽ നിന്ന് നമ്മുടെ അനാലിസിസ് തുടങ്ങാം. ഇന്നത്തെ ദിവസം ഗിഫ്റ്റ് നിഫ്റ്റി ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിഫ്റ്റിയിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് പ്രതീക്ഷിക്കാം. ഗിഫ്റ്റ് നിഫ്റ്റിക്ക് വെനസ്ഡേ ഒരു സ്ട്രോങ് ക്യാൻഡിൽ ടു ദ ഡൗൺ സൈഡ് ഉണ്ടായിരുന്നു വിത്ത് ഹ്യൂജ് വോളിയം. പക്ഷേ ആ ഹ്യൂജ് വോളിയം ക്യാൻഡിൽ ശേഷം ഒരു സെൽ ഓഫ് അല്ലെങ്കിൽ ഒരു ഫോളോ ത്രൂ സെൽ ഓഫ് മാർക്കറ്റിൽ വന്നിട്ടില്ല, ഗിഫ്റ്റ് നിഫ്റ്റിയിൽ വന്നിട്ടില്ല. അതിന് പകരം എന്താ സംഭവിച്ചത്, തേഴ്സ്ഡേ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് തന്നത്. ആ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് സസ്റ്റെയിൻ ചെയ്യാനും പറ്റി. വീണ്ടും ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് ഫ്രൈഡേ കാണിക്കുന്നത്. അപ്പോൾ ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ ബുൾസ് കമ്മിങ് ബാക്ക് എന്ന രീതിയിലുള്ള ഒരു കാര്യം നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇതൊരു സ്ട്രോങ് സപ്പോർട്ട് തന്നെയാണ്. 2 പ്രാവശ്യം ഇവിടെ നിന്ന് നമ്മൾ ബൗൺസ് ചെയ്താണ്. സോ അടുത്ത ഒബ്വിയസ്ലി ഈ ഒരു ഹൈയിലൊക്കെ എങ്ങനെയായിരിക്കും മാർക്കറ്റ് റിയാക്ട് ചെയ്യാമെന്നായിരിക്കണം അടുത്ത നമ്മുടെ അനാലിസിസ്. ഐഡിയലി ഈ ഒരു സ്ട്രോങ് ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്തൊരു റീടെസ്റ്റ് പോലെയാണ് നമുക്കിപ്പോൾ കണക്കാക്കേണ്ടത്. കാരണം ഇവിടുത്തെ ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെ ലെവലിലും അതുപോലെ തന്നെ ഈ ഒരു സപ്പോർട്ട് ലെവലിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ബൗൺസ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇന്ന് വരുന്ന ദിവസങ്ങളിൽ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം എങ്ങനെയായിരിക്കും അടുത്ത മൂവ്മെൻറ്റ്സ് എന്നുള്ളത്. സോ അടുത്ത നിഫ്റ്റിയുടെ അനാലിസിസ് നോക്കുകയാണെങ്കിലും നിഫ്റ്റി ഒരു സ്ട്രോങ് ഫോളാണ് തന്നത്. എന്നിട്ട് ഏകദേശം 2 പ്രാവശ്യം ബൗൺസ് ചെയ്ത് ഈ ലെവലിൽ നിന്നൊരു ബൗൺസ് തന്നിട്ടുണ്ട്. ആ ബൗൺസിന് ശേഷം എന്തായാലും ഇപ്പോൾ സമയം 8:30. സോ ബേസിക്കലി ഇനി ഒരു 3/4 മണിക്കൂറേ മാർക്കറ്റ് ഓപ്പൺ ആവണുള്ളൂ. സോ ഗിഫ്റ്റ് നിഫ്റ്റി നേരത്തെ പറഞ്ഞ ലെവലുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ വീണ്ടും നിഫ്റ്റിയിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നമുക്ക് പ്രതീക്ഷിക്കാം. സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് പക്ഷേ വീണ്ടും നിഫ്റ്റിയിൽ ഈ ഒരു സ്ട്രോങ് ക്യാൻഡിൽ ടു ദ ഡൗൺ സൈഡ് എന്ന് പറഞ്ഞാൽ അത്ര നല്ലൊരു സിനാരിയോ അല്ല. കാരണം ഇത്രയും സ്ട്രോങ് ആയിട്ട് 2.25% 2.12% ആണ് പ്രോപ്പറായിട്ട് വീണിരിക്കുന്നത്. ഇപ്പോൾ 2.12 ഒരു ബിഗ് ക്യാൻഡിൽ ടു ദ റെഡ് സൈഡ് എന്നുള്ളത് അത്ര നല്ലൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാൻഡിലിൻ്റെ സപ്ലൈ മൊത്തം അബ്സോർബ് ചെയ്യാൻ മേ ബി കുറച്ച് സമയം വേണ്ടി ചോപ്പ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഓവറോൾ മാർക്കറ്റ് കണ്ടീഷൻസ് നല്ല ആവുകയാണ്. വീണ്ടും ഒരു US ഇറാൻ യുദ്ധം വരാതെ പീസ് സ്റ്റോക്സ് ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ന്യൂസ് ഡ്രിവൺ ആയിട്ട് മാർക്കറ്റ് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ മേ ബി വി ഷേപ്പിൽ തന്നെ മുകളിലേക്ക് പോകാനുള്ള പ്രോബിലിറ്റി കൂടുതലാണ്. സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിലേക്ക് വന്ന് നോക്കി കഴിഞ്ഞാൽ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിനും അത്യാവശ്യമായിരുന്നു ഈ റീസെറ്റ്. കാരണം ഞാൻ പല വീഡിയോകളുമായിട്ട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹൈയിൽ നിന്ന് ഈ ഒരു ലോയിൽ നിന്ന് ഈ ഒരു ഹൈയിലേക്ക് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് സ്ട്രോങ് ആയിട്ട് മൂവ് ചെയ്തെങ്കിൽ കൂടിയും സ്റ്റോക്സിൽ നല്ല മൂവ്മെൻറ്റോ അല്ലെങ്കിൽ ഫോളോ ത്രൂവോ കിട്ടിയിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു സ്ട്രോങ് സ്റ്റോക്ക് എന്ന രീതിയിൽ സ്റ്റോക്കുകൾ വളരെ കുറവായിരുന്നു. അറ്റ്ലീസ്റ്റ് 52 വീക്ക് ഹൈൻ്റെ അടുത്തുള്ള സ്റ്റോക്സൊക്കെ അത്ര നല്ല രീതിയിലുള്ള ബ്രേക്ക് ഔട്ട് ചെയ്ത് നല്ല മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ നല്ല ഫോളോ ത്രൂ ബൈയിങ് വരിക കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു റീസെറ്റ് വളരെ നല്ലതായിരുന്നു. സോ ഞാനും ഒരു പേഴ്സണലി നിഫ്റ്റി സ്മോൾ ക്യാപ്പിലൊരു സ്ട്രോങ് പുൾ ബാക്ക് വരട്ടെ എന്ന് തന്നെ പ്രതീക്ഷിച്ചിരുന്നതാണ്. അപ്പോൾ ആ പുൾ ബാക്ക് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. സോ ഇവിടെ നിന്ന് എങ്ങനെയായിരിക്കും സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് റിയാക്ട് ചെയ്യുക എന്ന് നമുക്ക് നോക്കിക്കാണാം. സോ ഐഡിയലി ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് ഒരു സ്ട്രോങ് പുൾ ബാക്ക് വന്നപ്പോൾ ഈ ഒരു തിരിച്ച് ഇന്നലെ നല്ലൊരു ബൈയിങ് വന്ന് ഈ ബൈയിങ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഐ തിങ്ക് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 2-3 ദിവസം ഇവിടെ നിൽക്കുകയാണെങ്കിൽ നല്ല റൈറ്റ് സൈഡുകൾ സ്റ്റോക്സിൽ ഉണ്ടാകും. കാരണം ഓൾറെഡി ഇപ്പോൾ സ്റ്റോക്സിൽ ഇങ്ങനെയായിരിക്കും നിൽക്കുക. അല്ലെങ്കിൽ ഓൾറെഡി വീണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് പോകുന്നതിനേക്കാളും മുന്നേ തന്നെ വീഴുന്നതിനേക്കാളും തന്നെ സ്റ്റോക്സ് എല്ലാം വീണ് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഇന്നലത്തെ ബൈങ്ങിൽ ചിലപ്പോൾ സ്റ്റോക്സ് ഇങ്ങനെ വന്നിട്ടുണ്ടാവും, റൈറ്റ്. അതിനുശേഷം 2-3 ദിവസം സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2-3 ദിവസം ഒരു സൈഡ് വേസ് ആക്ഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്കുകളെല്ലാം ഇങ്ങനെ റൈറ്റ് സൈഡ് ആക്ഷൻ ഇങ്ങനെ ഒരു ടൈറ്റ് ആക്ഷൻ തന്നു കഴിഞ്ഞാൽ അടുത്തൊരു ബ്രേക്ക് ഔട്ട് അവിടെ നിന്ന് നമുക്ക് നല്ലൊരു പിവറ്റ് ലെവലും കിട്ടും, റൈറ്റ്. അപ്പോൾ ഇങ്ങനെ പിവറ്റ് ലെവൽ വെച്ച് ഇതിൻ്റെ മുകളിൽ ബ്രേക്ക് ഔട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ സ്റ്റോപ്പ് ലോസ് ഒക്കെ ആ രീതിയിലുള്ളൊരു പ്രൈസ് ആക്ഷനാണ് ഞാൻ ഇവിടെ നോക്കുന്നത്. ഒറ്റയടിക്ക് ഒരു സ്ട്രോങ് മൂവ് ടു അപ്പ് സൈഡ് വന്നു കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റോക്സ് വീണ്ടും റൈറ്റ് സൈഡ് ഫോം ചെയ്യാതെ വീണ്ടും ഒരു അസിമെട്രിക്കലായ ബ്രേക്ക് ഔട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും നടക്കാൻ പോകുന്നത്. സോ അത് അത്ര നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൽ ചെറിയൊരു ഡൈജഷൻ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് എനിക്ക് അങ്ങനെ ഡൈജഷൻ വരണമെന്ന് താല്പര്യമുണ്ട്. നിഫ്റ്റി ബാങ്കിൻ്റെ ഈ ഒരു നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ നിന്നൊരു സ്ട്രോങ് ക്യാൻഡിലാണ് തന്നത്. ഇപ്പോൾ ഈ ഒരു ലോ ബ്രേക്ക് ആവാത്തടത്തോളം കാലം ഇതൊരു അപ് ട്രെൻഡിലാണ്
എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡൗൺ ട്രെൻഡ് സൈഡ് വേസ് മാർക്കറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ബേസിക്കലി ഇപ്പോൾ ഒരു ഡൗൺ ട്രെൻഡ് സൈഡ് വേസ് മാർക്കറ്റിൽ കൺവേർട്ട് ചെയ്തിരിക്കുകയാണ് നിഫ്റ്റി ബാങ്ക്. പക്ഷേ ആസ് കമ്പയർ ടു നിഫ്റ്റി ബാങ്ക് ഭയങ്കര സ്ട്രോങ് ആണ്. പക്ഷേ ഈ ഒരു ലോ സസ്റ്റെയിൻ ചെയ്യണം ഇനി, അറ്റ്ലീസ്റ്റ് ഈ ഒരു ക്യാൻഡിൽ ലോ ഇങ്ങനെ നമ്മൾ സസ്റ്റെയിൻ ചെയ്യണം. എന്നിട്ട് ഇതൊരു ഫേക്ക് ബ്രേക്ക് ഔട്ടാണ് എന്ന രീതിയിൽ വീണ്ടും മുകളിലേക്ക് പോവുകയാണെങ്കിൽ മാത്രമേ നിഫ്റ്റി ബാങ്ക് സ്ട്രോങ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം നിഫ്റ്റി ബാങ്ക് കുറച്ച് വീക്കായി തുടക്കിയിട്ടുണ്ട്. ഇന്ത്യ വിക്സിൽ സ്ട്രോങ് ആയിട്ടൊരു സ്പൈക്ക് വന്നിട്ടുണ്ട്. സോ അതും മേ ബി മാർക്കറ്റിലെ ഒരു വോളറ്റിലിറ്റി ഒരു ഹൈ ആണെന്ന് സൂചിപ്പിക്കുന്നത് ഇൻവെസ്റ്റേഴ്സ് സെൻറ്റിമെൻറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. സോ ഈ വോളറ്റിലിറ്റി എക്സ്ട്രീംലി ഹൈ ഒന്നുമല്ല. ഒബ്വിയസ്ലി ഒരു 15, 16, 17 മുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ മാത്രമേ ഒരു എക്സ്ട്രീംലി ഹൈ വോളറ്റൈൽ മാർക്കറ്റാണ്. സെൻറ്റിമെൻറ്റ്സ് ബാഡാണ്, ഇൻവെസ്റ്റേഴ്സ് ആർ നോട്ട് വില്ലിങ് ടു ഇൻവെസ്റ്റ് ഇൻ ഇന്ത്യ എന്നൊക്കെ നമ്മൾ പറയുള്ളൂ. പക്ഷേ റൈറ്റ് നൗ ഒരു 11-നും 17-നും ഇടയിൽ വിക്സ് നിൽക്കുന്നിടത്തോളം കാലം അത്രയ്ക്കൊരു മോശം സെൻറ്റിമെൻറ്റ്സ് ആണ് മാർക്കറ്റിൽ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ നിഫ്റ്റി ആൽഫയും കൂടെ നമുക്ക് സ്റ്റഡി ചെയ്ത് നോക്കാം. സോ നിഫ്റ്റി ആൽഫ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വെച്ചാൽ നിഫ്റ്റി ആൽഫ ഓൾറെഡി ഇത് ഫോളോ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ നിഫ്റ്റി ആൽഫയിൽ കുറച്ചും കൂടി സ്ട്രോങ് ഗ്രോത്ത് സ്റ്റോക്സ് ആയിരിക്കും നിഫ്റ്റി ആൽഫയിൽ ഉണ്ടാവുക. സോ നിഫ്റ്റി ആൽഫ എപ്പോൾ ടോപ്പ് ആയിട്ട് 23 ജൂണിനെ ടോപ്പ് ആയിട്ടുണ്ട്. റൈറ്റ്, ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് തന്നു. 1, 2, 3, 4, 5, 6 ഡേയ്സ് അപ്പായിരുന്നു നിഫ്റ്റി ആൽഫ. അതിനുശേഷം ഫുൾ ഡൗൺ ആണ് നിഫ്റ്റി ആൽഫ. പക്ഷേ നമ്മൾ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് 23 ജൂൺ എന്ന് പറഞ്ഞാൽ ഇതല്ലേ, 23 ജൂൺ ഈ ഒരു ചെറിയ പുൾ ബാക്ക് വന്നതിന് ശേഷം വീണ്ടും മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ നിഫ്റ്റി ആൽഫ നമുക്ക് ഓൾറെഡി സിഗ്നൽ തരുന്നുണ്ടായിരുന്നു സ്റ്റോക്സിൽ ബ്രേക്ക് ഔട്ട്സ് വർക്ക് ചെയ്യാനുള്ള ചാൻസ് കുറവായിരിക്കും. കാരണം നിഫ്റ്റി ആൽഫ കുറച്ചും കൂടെ ക്ലോസ് ടു ഗ്രോത്ത് സ്റ്റോക്സ് അല്ലെങ്കിൽ മൊമെൻറ്റം സ്റ്റോക്സ് നമുക്ക് പറയാൻ പറ്റും. സോ നിഫ്റ്റി ആൽഫ ഓൾറെഡി നമുക്ക് സിഗ്നൽ തരുന്നുണ്ടായിരുന്നു സ്റ്റോക്സിൽ ചിലപ്പോൾ ബ്രേക്ക് ഔട്ട്സും കാര്യങ്ങളും വർക്ക് ചെയ്യില്ല എന്നുള്ളത്. സോ വരുന്ന സമയങ്ങളിൽ നമുക്ക് അതും കൂടെ ആ ഒരു ഇൻഡെക്സും കൂടെ ട്രാക്ക് ചെയ്യാൻ ഞാൻ കരുതുന്നു. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. Have a nice day and have a great trading day. Bye.